ഈ പൊങ്ങച്ചം കാണിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ ടെൻഷൻ അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്, പൊങ്ങച്ചത്തെക്കുറിച്ച്. അൻഷാർ മുഹമ്മദ് പറ്റിയും ഒരു നമ്മളെന്നും റെസ്റ്റോറൻറ്റിൽ നിന്ന് കാണുന്ന ഒരാൾ. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എപ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ സംസാരിക്കും, വർത്തമാനം പറയും, അങ്ങനെയുള്ള ആൾ. അപ്പോൾ എന്നും ടെൻഷനാണ്, എന്നും ടെൻഷൻ. അപ്പോൾ ആർക്കോ പണം കടം കൊടുക്കാനുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ വിളിക്കും. അപ്പോൾ മിക്കപ്പോഴും ഈ കടം കൊടുക്കാനുള്ള ആൾ വിളിക്കുന്നത് ഞങ്ങൾ കാണുമ്പോഴായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാറി നിന്ന് പറയും, തരാം, നാളെ തരാം, 2 ദിവസം കഴിഞ്ഞ് തരാം, 2 ദിവസം കഴിഞ്ഞ് തരാം, 2 ദിവസം കഴിഞ്ഞ് തരാം. ഭയങ്കര ഒരു സ്ട്രെസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുക്കാനുണ്ട്, അപ്പം അതിനു വേണ്ടി അവർ വിളിക്കുകയാണ്. അപ്പം എന്തിനാണ് കടം വാങ്ങിയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം ആ കഥ എന്നോട് പറഞ്ഞു. ഇദ്ദേഹം ഏകദേശം ഒരു 4 വർഷം മുമ്പ്, 4-5 വർഷം മുമ്പ് ഒരു പുതിയ വീടുണ്ടാക്കി. അപ്പം അതിമനോഹരമായൊരു വീടാണ് അദ്ദേഹം ഉണ്ടാക്കിയത്, കൊട്ടാരം പോലത്തെ വീട്. അപ്പം നല്ല വിശാലമായ വലിയ വീട്, എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ട്. നമുക്കൊരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയ, ഇദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ച് കടം വാങ്ങി, ബാക്കി കടവും വാങ്ങി അദ്ദേഹം ആ വീട് അതിമനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പം അങ്ങനെ അവിടെ അദ്ദേഹം വീട് താമസിച്ചു. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് വലിയ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്, ഒരൊറ്റ വീട് പോലും അവിടെ ഇല്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അവിടെ പുതിയ ഒരാൾ സ്ഥലം വാങ്ങി ഒരു പുതിയ വീടെടുത്തു. അപ്പോൾ ആ വീടും കൊട്ടാരാണ്. ഇദ്ദേഹത്തിൻ്റെ വീടിനോട് ഇടപിടിച്ച് നിൽക്കുന്ന ഒരു വലിയ വീടാണ് അവിടെയും ഉള്ളത്. പ്രശ്നം അവിടെയൊന്നുമല്ല. ഇദ്ദേഹം ഈ പുതിയ ആൾ വന്ന് താമസിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ആ വീട് ഉഷാറാണ്, ആ വീട് ഉഷാറാണ്, നമ്മുടെ വീട് ഉഷാറാണ്, നമ്മുടെ വീട് ഉഷാറാണ്. പക്ഷേ ആ വീടിൻ്റെ അടുക്കള വലിയ അടുക്കളയാണ്. എന്താ സൗകര്യം! അതുപോലത്തെ ഒരു അടുക്കള നമുക്ക് വേണം, അതുപോലത്തെ ഒരു അടുക്കള നമുക്ക് വേണം. അപ്പം ഈ വീടിൻ്റെ അടുക്കള തന്നെ അത്യാവശ്യം വലിയ അടുക്കളയാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള വലിയ അടുക്കളയാണ്. ഡോർ റൂമുണ്ട്, ഭക്ഷണം കഴിക്കാനൊരു ഏരിയ ഉണ്ട്, സാധനങ്ങൾ മാറ്റി വെക്കാനൊരു സ്ഥലമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, വലിയ ഫ്രിഡ്ജുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ ആ വീടിൻ്റെ അടുക്കള നല്ല വലുപ്പമുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുക്കളയും വരും. ഒരു നല്ല വീടിൻ്റെ ഒരു നല്ല 1-2 ബെഡ്റൂമിൻ്റെ വലുപ്പമുണ്ട് ഇയാളുടെ അടുക്കള, നല്ല സൗകര്യമുണ്ട്. അത് ഒരു നിലക്കും മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ഇയാളെ ഭാര്യ എന്നും പറയും, നമ്മളെ അടുക്കള വലുപ്പമല്ല, നമ്മളെ അടുക്കള വലുപ്പമല്ല, നമ്മളെ അടുക്കള വലുപ്പമല്ല, അതൊന്ന് നീട്ടണം, അതൊന്ന് നീട്ടണം, അങ്ങോട്ടൊന്ന് കൂട്ടാം, അവിടെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ സ്ഥലം ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധു മനുഷ്യൻ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് പൈസ അയച്ചു കൊടുത്തിട്ട് ഈ വീടിൻ്റെ അടുക്കള നീട്ടുകയാണ്. എന്നിട്ട് ഇന്ന് അയാൾ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഈ വിളിക്കുന്ന ആളെ മുമ്പിൽ അയാൾ അഭിമാനം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് സംഭവിച്ചത് പൊങ്ങച്ചം കൊണ്ടാണ്. ഇതൊരു കാര്യം. ഇങ്ങനെ വാഹനങ്ങൾ നിരന്തരം മാറ്റുന്ന കുറേ ആളുണ്ട്. വാഹനങ്ങൾ നിരന്തരം മാറ്റുക, വീട് ഇങ്ങനെ മോടി കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും സേവിങ് ഉണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ല. അവർക്ക് ജോലിക്ക് പോവാതെ എന്തെങ്കിലും പാർഷ്യൽ ഇൻകം വരുമാനം വരുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ആവാം. നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ അതിലപ്പുറം വരുമാനം വരുന്നുണ്ട്, നിങ്ങൾ ആ വരുമാനത്തിനടുത്ത് എന്തും ചെയ്തോ. പക്ഷേ ഈ ജോലിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾ ഒരു വീടുണ്ടാക്കി പിന്നെ അതിങ്ങനെ മോടി കൂട്ടിക്കൊണ്ടിരിക്കാൻ എന്തർത്ഥമുള്ളത്? ഒരർത്ഥമില്ല അതിന്. അതേസമയം ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റി നാളത്തെ ജീവിതത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു, പൊങ്ങച്ചം, ഷോ ഓഫ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ തകർക്കും, നമ്മുടെ സമാധാനം തകർക്കും. അതേറെ രസകരമാണ് സമാധാനമുള്ളൊരു ജീവിതം. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷിച്ച് അതിന് ദൈവത്തെ സ്തുതിച്ച് ആ ഒരു ജീവിതം അതിമനോഹരമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സന്തോഷത്തോടുകൂടെ ജീവിക്കാനാണ് ഏറ്റവും എളുപ്പം, അല്ലാതെ അസന്തുഷ്ടിയോടുകൂടെ ജീവിക്കാനല്ല, അസ്വസ്ഥമായ മനസ്സുമായി ജീവിക്കാനല്ല എളുപ്പം, സന്തോഷിച്ച് ജീവിക്കാനാണ്. അപ്പോൾ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും, കുറേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ്, ഈ ഒരു ആത്മനിർവൃതിയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പൊങ്ങച്ചം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഇനി അത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാം. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നല്ല സന്തോഷകരമായ ജീവിതമുണ്ടാകും. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.